അധികം പേരും UMP ഫയൽ കണ്ട് വന്നതായിരിക്കല്ലേ, പക്ഷെ എൻ്റെ അതില്ല. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. വെയിറ്റ് തന്തക്കിളി വിളിക്കാൻ വരട്ടെ, ടിപ്സ് ഉണ്ട് അതുപോലെ. ഫസ്റ്റ്ലി തന്നെ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു പെർഫെക്റ്റ് സെൻസിയാണ്. ഇനി നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണോ എങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽ കയറിക്കോളും. അതിൽ ഞാൻ iOSൻ്റെ സെൻസി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് യൂസേഴ്സിന് സെൻസി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് സെറ്റാക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് UMP ട്രിക്സിൽ ഒന്നാമത്തെ ട്രിക്കാണ് സ്കോപ്പ് പ്ലസ് ജംപ് പ്ലസ് ഫയർ. ഇത് ലെഫ്റ്റ് ഫയർ ബട്ടൺ തന്നെ യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, കാരണം ഞാൻ റൈറ്റാണ് യൂസ് ചെയ്യാറ്. ഷോർട്ട് റേഞ്ച് ആയാലും ലോങ് റേഞ്ച് ആയാലും ഒരുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. കൂടാതെ പല ഓൾഡ് ലെജൻസും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പലർക്കും ഈ ട്രിക്ക് വർക്കാകാത്തതിൻ്റെ മെയിൻ റീസൺ ഈ സ്കോപ്പ് താത്തി വെച്ചുകൊണ്ടാണ്. സ്കോപ്പ് താത്തി വെച്ച് ജംപ് ചെയ്ത് ഫയർ ചെയ്താൽ ഹെഡ് കയറാൻ ചാൻസ് വളരെ കുറവാണ്. സിമ്പിളായിട്ട് ഇത് പഠിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എയിം ബട്ടൺ. ഈ എയിം ബട്ടൺ നിങ്ങൾ ഒരിക്കലും എനിമിയുടെ മേത്ത് വെക്കരുത്, കുറച്ച് പുറത്തേക്ക് വെക്കുക, ടച്ച് ആവാത്ത രീതിക്ക്. എനിമിയുടെ മേത്ത് ടച്ച് ആവാൻ പാടില്ല, ബട്ട് അതേ ടൈമിൽ തന്നെ അവിടെ റെഡ് കളർ കത്തി ലോക്കാവണം. ആ ഒരു അറ്റ് ടൈമിൽ പോയിന്റിൽ നിങ്ങൾ സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ഫയർ ചെയ്ത് അടിച്ചാൽ ഹെഡ് കയറും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രാഗിങ് മെത്തേഡാണ്. പല ടൈപ്പ് ഓഫ് ഡ്രാഗിങ് ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് റൊട്ടേറ്റ് ഡ്രാഗാണ്. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റൊട്ടേറ്റ് ട്രാക്കിന് തന്നെ റൈറ്റ് റൊട്ടേഷൻ, ലെഫ്റ്റ് റൊട്ടേഷൻ, സ്ട്രൈറ്റ് ട്രാക്ക്, ഇങ്ങനെ പല മെത്തേഡുണ്ട്. നിങ്ങളൊരു സിറ്റുവേഷൻ അനുസരിച്ച് മാറി യൂസ് ചെയ്യണം, എങ്കിലേ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കോപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ഹെഡ്ഷോട്ട് അടിക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇതേപോലെ സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഹെഡ്ഷോട്ട് അടിക്കാനുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ ഫയർ ബട്ടണാണ്. എൻ്റെ ഫയർ ബട്ടണിൻ്റെ സൈസ് 55 ആണ്. ഞാൻ ഇതിന് മുന്നേ 64 യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് iOSൽ ഫയർ ബട്ടൺ കുറച്ച് വലുതാക്കി യൂസ് ചെയ്യുമ്പം ഈസി ആയിട്ട് ഹെഡ് കയറുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫോണിൽ കുറച്ച് സെറ്റിങ്സ് മാറ്റം വരുത്താണ്ട് ഞാൻ മാറ്റിയിട്ടുമുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊരു സെൻസിയുടെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായും അതിനെക്കുറിച്ച് ചെയ്യാം. പിന്നുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ സിറ്റ് ഡ്രാഗ്. ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡാണ്, പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ എല്ലാ മെത്തേഡും നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറി യൂസ് ചെയ്യണം. എനിമിയുടെ പൊസിഷനും ആംഗിളും മൂവ്മെൻറ്റും അതൊക്കെ അനുസരിച്ച് നിങ്ങൾ മാറി മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഇനി ലാസ്റ്റ് മെത്തേഡ് ഒരു ട്രിക്കാണ്, പക്ഷേ ഇത് ടോപ്പ് അപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സിന് മാത്രമേ വർക്കാവുള്ളൂ. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും കാര്യം എന്താണെന്ന് പിടിയിട്ടിട്ടുണ്ടാവും. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ഗൺ സ്കിൻസ്. നമ്മുടെ ഗെയിമിൽ കുറേ അധികം ഗൺ സ്കിന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവോ സ്കിൻ, ആർട്ട് ഓഫ് വാർ സ്കിൻ, ഇൻക്യുബേറ്റർ സ്കിൻ, അങ്ങനെ കുറേ സ്കിൻ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്കിൻ ഏതാന്ന് താഴത്ത് കമൻറ്റ് പറഞ്ഞേക്കും. എൻ്റെ ഫേവറേറ്റ് സ്കിൻ ആർട്ട് ഓഫ് വാർ സ്കിന്നാണ്. ഒരു ലെജൻഡറി സ്കിന്നിൻ്റെ എബിലിറ്റി നിങ്ങളുടെ ഗെയിം പ്ലേയിൽ നല്ല രീതിക്ക് തന്നെ മാറ്റം വരുത്തും. ഡബിൾ റേറ്റ് ഓഫ് ഫയർ സ്കിന്നൊക്കെ ആണെങ്കിൽ ഹെഡ് ഷൂട്ട് കയറാനുള്ള പോസിബിലിറ്റി കൂടും. എപ്പോഴും ഈ ഗൺ സ്കിൻ യൂസ് ചെയ്ത് കളിക്കുന്നത് ഞാനൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഗൺ സ്കിൻ യൂസ് ചെയ്ത് കളിച്ചാലും പ്രശ്നം തന്നെയാണ്. വളച്ചുകെട്ടില്ലാതെ തന്നെ ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ഗെയിം ഒരു ടൂർണമെൻറ്റ് പ്ലെയർ ആവണമെന്നാണോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്ലെയർ ആവണമെന്നാണോ എങ്കിൽ നിങ്ങൾ ഗൺ സ്കിൻ യൂസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പറയാൻ കാരണം ഞാനും ഈ പ്രശ്നം അനുഭവിച്ചിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഗൺ സ്കിൻ യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടൂർണമെൻറ്റിൽ ഗൺ ആട്രിബ്യൂട്ട്സ് ഓഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പതിവ് കൂടുതൽ റീകോയിലും ഗെയിം പ്ലേയിൽ ചേഞ്ചസും അനുഭവപ്പെടാം. അപ്പോൾ ഓക്കെ ബൈ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടേക്കും.